सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं यं ब्रह्मा वरुणेन्द्ररुद्रमरुदस्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यां तं न विदुःसुराः सुरगणाः देवाय तस्मै नमः। नाम संकीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनस्तं नमामि हरिं परम्। प्रणामो दुःखशमनः तं नमामि हरिं परम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। श्रीगुरुभ्यो नमः। हरिः ओम्। सच्चिदानंद भगवान की जय। ओम नमो नारायणाय। ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരാംശമായിട്ടുള്ള വേദാന്ത തത്വം നിഗമ കൽപ്പതരുർ ഗളിതമായ ഫലം, അതിൻ്റെ സ്വാദ് എന്തായിരിക്കും, നിഗമ കൽപ്പതരുവിനെ കുറിച്ച്, അത് സ്വാദ് ആസ്വദിക്കേണ്ട ഒരു വിധം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ രാവിലെ ഉദ്ഘാടന വേദിയിൽ പരംപൂജ്യ സ്വാമിപാദങ്ങൾ വളരെ ഗംഭീരമായിട്ട് സരസമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ വഴികൾ തന്നെ പിന്തുടർന്നുകൊണ്ട് ഇനി വരുന്ന ഈ 3 ദിവസങ്ങളിൽ കുറെ കൂടി അതിനുള്ളിലേക്ക് പ്രവേശിച്ച് എന്താണ് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദവുമായിട്ടുള്ള ഇതിഹാസ പുരാണങ്ങളുടെ ബന്ധമെന്താണ്, ഇതിഹാസ പുരാണങ്ങളിലൂടെ
ആ പരമതത്വത്തെ, മോക്ഷത്തെ കഥാരൂപത്തിൽ വേറെ വേറെ ചരിത്രങ്ങളായിട്ട്, ലീലകളായിട്ട് എന്തുകൊണ്ട് പറയുന്നു? ഇത്തരം വിഷയങ്ങളെ എടുത്തുകൊണ്ട് ശാസ്ത്രീയമായ ഒരു രീതിയിൽ നമ്മുടെ ധർമ്മത്തിൻ്റെ, ആചരണത്തിൻ്റെ, നിത്യനിയമങ്ങളുടെ, ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ പുരാണങ്ങളെ വീക്ഷിക്കണം, മനസ്സിലാക്കണം എന്ന് ചിന്തിക്കാം. വിഷയം സ്വാമിജി രാവിലെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഉപനിഷത്ത് ബ്രഹ്മതത്വത്തിൽ അധിഷ്ഠിതമാണ്. ഉപനിഷത്ത് ബ്രഹ്മതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ സ്വരൂപം, സച്ചിദാനന്ദമായിട്ടുള്ള സ്വരൂപം, ആ സ്വരൂപത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്ത്? ഇത് വളരെ മുഖ്യമാണ്. വേദവും ഉപനിഷത്തുക്കളും സനാതനധർമ്മത്തിൻ്റെ മറ്റു ശാസ്ത്രങ്ങളിലെല്ലാം നമുക്ക് കാണാം. വേദവും ഉപനിഷത്തുക്കളുമാണ് ശാസ്ത്രത്തിൻ്റെ വിസ്താരമായിരിക്കുന്നത്. അതിൽ പറയുന്നതൊന്നും അനുഭവവേദ്യമാകാതിരിക്കില്ല എന്നാണ്. എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നതിനെയാണ് പറയുന്നത്. ശാസ്ത്രീയമായ ഒരു നിയമമനുസരിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ ദർശനശാസ്ത്രങ്ങളുടെ ഒരു പരിചയം ചെയ്യുമ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു, ശാസ്ത്രീയ നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടിയാണ് ശാസ്ത്രം. അതുകൊണ്ട് മനുഷ്യന് അനുഭവിക്കാൻ പറ്റാത്തത്, മനുഷ്യന് ആചരിക്കാൻ സാധിക്കാത്തത് ഒരിക്കലും ശാസ്ത്രം പറയില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ ആ ശാസ്ത്രം അപ്രാമാണികമാണ് എന്ന് കരുതുക. അതാണ് നിയമം. ശാസ്ത്രത്തിൻ്റെ പ്രാമാണ്യം നിലനിൽക്കുന്നത് ശാസ്ത്ര പ്രതിപാദ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ഒക്കെ തന്നെയും ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുകയും അങ്ങനെ ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞതിനെയൊക്കെ വേണ്ട പോലെ അഭ്യസിച്ച് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ഫലം വേണ്ടതെന്നാണ്. അതിനർത്ഥം വേദം മുതൽ തുടങ്ങിയുള്ള എല്ലാ ശാസ്ത്രങ്ങളിലും പറയപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതമാണ്, ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അങ്ങനെയാണത് വേണ്ടത്. അവിടെ പുരാണങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം മറ്റ് ശാസ്ത്രങ്ങളിൽ ഉപനിഷത്തൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ പറയും അതിലെല്ലാം വേദാന്തമാണ്, അതൊക്കെ തത്വശാസ്ത്രമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുന്നതാണ്. പക്ഷെ പുരാണങ്ങളിൽ പറയുന്നത്, പുരാണങ്ങളിലൊന്നും വേദാന്തമില്ല, അതിലെല്ലാം കഥകളാണുള്ളത്, മിത്തുകളാണിതെല്ലാം. അപ്പം കഥകളിൽ പറയുന്ന ആ പൊലിമ, അതിങ്ങനെ പെരുക്കി പറയുന്നത് അതെല്ലാം കൽപ്പിതങ്ങളായിട്ടാണ്, അതിലൊന്നും സത്യമേ ഇല്ല.
ഇല്ലാത്ത വസ്തുതകൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. അങ്ങനെയാണ് പുരാണങ്ങളെക്കുറിച്ച് സാധാരണ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്. അല്ലെങ്കിൽ കുറേ വിദ്വാൻമാരും അല്ലെങ്കിൽ വേദാന്തികളും ഒക്കെ അങ്ങനെയാണ് പറയാം. ഇതിൽ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വാമിജികൾ പറഞ്ഞതുപോലെ വേദാന്തപരമായിട്ടുള്ള ഒരു ജ്ഞാനം, വേദാന്തം എന്താണ് എന്നുള്ളൊരു ജ്ഞാനം, അതിൻ്റെ ഒരു ഗാംഭീര്യം, മഹിമ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മഹിമ അറിഞ്ഞുകൊണ്ടാണ് പുരാണത്തെ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ അവിടെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഇതാര് നമുക്ക് പറഞ്ഞു തരും? സാധാരണക്കാർക്ക് എങ്ങനെ പുരാണം മനസ്സിലാക്കാം? അപ്പോൾ സാധാരണക്കാർക്ക്, സാധാരണ എന്ന് പറയുമ്പോൾ അവർ വലിയ പാണ്ഡിത്യമൊന്നുമില്ല, വ്യാവഹാരിക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്, അത്യാവശ്യം ഭാഷാജ്ഞാനം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ വിഷയം അറിയാൻ കഴിയും? കാരണം അവർക്ക് വേദാന്തജ്ഞാനമൊന്നുമില്ല. അപ്പം അതിനാണ് ആ വേദാന്തജ്ഞാനത്തെ, സാരമായ ആ ജ്ഞാനത്തെ കുറച്ച് വിപുലമാക്കി വ്യാവഹാരിക ജീവിതത്തിലെ സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഭാവങ്ങളെയും വികാരങ്ങളെയും ഒക്കെ ചേർത്ത് നമ്മോട് അധികം അടുപ്പിച്ച് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന മട്ടിൽ പറഞ്ഞു തരാൻ പുരാണങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തെറ്റുപറ്റുന്നത് വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ പുരാണ കഥകളൊക്കെ പറയുന്നവർ, അങ്ങനെയുള്ള ആചാര്യന്മാർ, അവർ വേദശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കളുടെ ഒക്കെ അറിവുള്ളവരായിരിക്കണം, വേദാംഗങ്ങളുടെ അറിവുള്ളവരായിരിക്കണം. ഇതിഹാസ പുരാണങ്ങളെ അഞ്ചാമത്തെ വേദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ കേട്ടിരിക്കും, ഇതിഹാസ പുരാണം പഞ്ചമം വേദാനാം വേദഃ എന്ന് ഛാന്തോക്യ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. 4 വേദങ്ങൾ, ആ 4 വേദങ്ങളിൽ നിന്ന് ഭിന്നമായ അഞ്ചാമതൊരു വേദമാണ് ഇതിഹാസ പുരാണങ്ങൾ. അപ്പോൾ ഇത് എന്താ പറയുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ തന്നെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ, കൂടുതൽ വിസ്തരിക്കാൻ ഇതിഹാസ പുരാണങ്ങളെ രചിച്ചു എന്നാണ്. അങ്ങനെ ഒരു വാക്യവുമുണ്ട്, വിസ്തരായ ച വേദാനാം സ്വയം നാരായണ പ്രഭു വ്യാസരൂപേണ കൃതവാൻ പുരാണം മഹീതലേ. അപ്പോൾ വിസ്തരായ ച വേദാനാം, വേദത്തിൻ്റെ തന്നെ വിസ്താരം ചെയ്യാൻ സ്വയം നാരായണ പ്രഭു, ഭഗവാൻ നാരായണൻ്റെ തന്നെ അവതാരമായിട്ടുള്ള വേദവ്യാസൻ കൃതവാൻ പുരാണാനി മഹീതലേ, ഈ ലോകത്ത് പുരാണങ്ങളെ, 18 പുരാണങ്ങളെയും 18 ഉപപുരാണങ്ങളെയും ഒക്കെ അദ്ദേഹം എഴുതി വിസ്തരിച്ചു. അപ്പം 4,35,000-ത്തിലധികം ശ്ലോകങ്ങളുണ്ട് ഈ മഹാപുരാണങ്ങളെ തന്നെ എടുത്താൽ. അത്രയും വിസ്തരിച്ച ഒരു വിസ്താരം അവിടെ നമുക്ക് കാണാം. അപ്പോൾ അത് വേദത്തിൻ്റെ ബന്ധമായിട്ട് പറയുമ്പോൾ, വേദവ്യാസൻ തന്നെ അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിലും അതുപോലെ മറ്റു ചില പുരാണങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത്, ഇത് നിങ്ങൾ കേട്ടിരിക്കും.
ഇത് മഹാഭാരതത്തിലെ വാക്യമാണ്. വേദവ്യാസൻ തന്നെ പറയുന്നത് ഇതിഹാസ പുരാണങ്ങൾ കൊണ്ട് വേദത്തെ വിസ്തരിച്ചറിയണം. അപ്പോൾ ഇതിഹാസ പുരാണാഭ്യാം എന്ന് പറയുമ്പോൾ ഇതിഹാസ പുരാണങ്ങളിലൂടെ എന്നർത്ഥം. വേദത്തിൻ്റെ സാരത്തെ ഇതിഹാസ പുരാണങ്ങളിലൂടെ വിസ്തരിച്ചറിയണം. അതെന്ത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. അതാണ് നമ്മുടെ ഈ 2 ദിവസത്തെ വിസ്താരം നമ്മളതിൽ ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പം ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ അറിയണമെന്ന് പറഞ്ഞാൽ വേദത്തിൽ പറയുന്നത് താത്പര്യത്തോടു കൂടിയ സാരമാണ്, സാരം മാത്രമാണ്. അതിൻ്റെ അഭ്യാസങ്ങൾ എങ്ങനെ അത് പരിചയിക്കണം, പ്രയോഗങ്ങൾ നമുക്കറിയാൻ പറ്റില്ല. ആ പ്രയോഗങ്ങൾ അറിയാതെ ആ തത്വജ്ഞാനം, അവിടെ പറയപ്പെട്ടതായിട്ടുള്ള ആ വസ്തുത നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഉപനിഷത്ത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം പറയുന്നു. ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് പറയുന്നു. എങ്ങനെ അത് സച്ചിദാനന്ദമായി, എങ്ങനെ ആ സച്ചിദാനന്ദത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും, ഞാൻ എങ്ങനെ ആ സച്ചിദാനന്ദത്തെ മനസ്സിലാക്കും? അത് ജീവിത കഥകളിലൂടെ, അത് ആചരിച്ച് ജീവിച്ചവരുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞ് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ ജീവിതം ഓരോ പുരാണത്തിലും ഓരോ ദേവീ ദേവന്മാരുടെ അവതാര കഥകളായിട്ട് അവിടെ പ്രകടമാകുന്നത്. അവതാര കഥകളിലുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ എന്താണോ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, സുഖവും ദുഃഖവും, അതെല്ലാം അവതാര കഥകളിൽ അവതാര പുരുഷന്മാർ അനുഭവിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിത ചരിത്രം ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുമ്പോൾ, ശ്രീ മഹാഭാരതത്തിൽ വർണ്ണിക്കുമ്പോൾ നമ്മളത് വായിച്ചാൽ പല ഭാഗങ്ങളും കരയാതെ നമുക്ക് വായിക്കാൻ സാധിക്കില്ല. അത്രയധികം ദുഃഖം ഭഗവാൻ അനുഭവിക്കേണ്ടി വന്നു കഥാരൂപത്തിൽ നമ്മൾ നോക്കും. പക്ഷെ വാസ്തവത്തിൽ ഈ ദുഃഖങ്ങൾ ഭഗവാൻ അനുഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ ആ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വേവലാതി ഉണ്ടാകും. നമ്മുടെ ഭാവവും രീതികളൊക്കെ മാറും, ശബ്ദം മാറും. പക്ഷെ ഭഗവാൻ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ഒരു മാറ്റമില്ലാതെ ആ മന്ദസ്മിതത്തോടുകൂടി എപ്പോഴും ആ ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ അനുഭവിക്കുന്നു. അവിടെ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെ അനുഭവിച്ചു പോകാൻ സാധിക്കും. അതാണ് അവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വേദത്തിൽ നേരിട്ട് പറയാൻ സാധിക്കില്ല. എങ്ങനെയാണ് മൃത്യുവിനെ തരണം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ആത്മാവിനോട് നമുക്ക് അടുക്കാൻ കഴിയുക, ഇതൊക്കെ വേദത്തിൽ സൂചിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. അവിടുത്തെ പ്രതിപാദന രീതി തത്വപ്രതിപാദന രീതിയാണ്. അത് ചരിത്രപരമായിട്ട് മാറ്റുക. അങ്ങനെയാണ് വേദ ഉപബൃംഹയേത് എന്ന് പറഞ്ഞു. അപ്പോൾ വേദത്തിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ് ആ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അനേകം പുരാണങ്ങളുണ്ടായി. പുരാണങ്ങൾ പല പല കാലഘട്ടത്തിൽ പുരാണങ്ങൾക്ക് മാറ്റം ഉണ്ടായതായിട്ടും
അത് ഗവേഷണം ചെയ്യുന്നവർ പറയുന്നുണ്ട്. ഭഗവാൻ വേദവ്യാസൻ എഴുതിയ പുരാണങ്ങൾക്ക് തന്നെ പിന്നീട് മാറ്റമുണ്ടായി എന്നൊക്കെ പറയുന്നു. അതൊക്കെ അതിൻ്റെ ചരിത്രങ്ങളാണ്. പക്ഷേ ഈ പുരാണങ്ങളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഉപനിഷത്ത് വേദ്യമായ ആ ജ്ഞാനം, മോക്ഷത്തിന് വേണ്ടിയുള്ള ആ ജ്ഞാനം തന്നെയാണ് സത്യം, അതിനെ തന്നെയാണ് അറിയേണ്ടത്, മറ്റൊന്നുമല്ല എന്ന് തന്നെയാണ്. അത് വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ്, ഒരു ആശയമാണ് നിഗമ കൽപ്പതരോർ ഗളിതം ഫലം. നിഗമങ്ങളാകുന്ന കൽപ്പതരു, ആ കൽപ്പതരുക്കളിൽ നിന്ന് ഗളിതം പതിക്കുന്നതായിട്ടുള്ള ഫലം, അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഇവിടെ നിഗമങ്ങൾ എന്താണ്? വേദശാസ്ത്രങ്ങളാണ്. വേദശാസ്ത്രങ്ങൾ സംബന്ധമായിട്ട് അതിൻ്റെ പല പല വിസ്താരങ്ങളുണ്ട്. വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപവേദങ്ങൾ എന്നൊക്കെ, അതിനൊക്കെ ഓരോരോ പ്രയോജനങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ കേട്ടു, വേദത്തിൽ കർമ്മകാണ്ഡം അധികമായിട്ടുള്ളത് കർമ്മകാണ്ഡമാണ്. ആ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ടുള്ള കർമ്മങ്ങൾ, ഇങ്ങനെ കർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വേദം. പക്ഷെ ഈ കർമ്മങ്ങളൊക്കെ കർമ്മങ്ങൾക്ക് വേണ്ടിയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ കർമ്മങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് കർമ്മത്തിൽ നിന്ന് മുക്തിക്ക് വേണ്ടിയിട്ടാണ്. കർമ്മം ഒരിക്കലും കർമ്മത്തിന് വേണ്ടിയല്ല. കാരണം എന്താണ്? സ്വാമിജികൾ രാവിലെ ഉദ്ധരിച്ച ശ്ലോകം മുണ്ടകോപനിഷത്തില്, പ്ലവാഹ്യേതേ അധൃഢാ യജ്ഞരൂപാഹ. അധൃഢങ്ങളായിട്ടുള്ളതാണ് ഇത്. എന്താ? നശിച്ചു പോകുന്നതാണ്, തകർന്ന തോണികളാണ്, ഓട്ടയുള്ള തോണികളാണെന്ന്. ഇതിൽ പോയാൽ ഒരിക്കലും സംസാരത്തെ പാരം ചെയ്യാൻ സാധിക്കില്ല, തരണം ചെയ്യാൻ സാധിക്കില്ല. അത് വേദം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിൻ്റെ മുണ്ടക ശാഖയിൽപ്പെടുന്ന ഉപനിഷത്താണ്. വേദം തന്നെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്, ഇത് അതിൽ അധിഷ്ഠിതമായിരിക്കരുത്, ഇത് മാർഗം മാത്രമാണ്. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഭഗവാൻ ഗീതയിലും അത് തന്നെയാണ് പറഞ്ഞത്. ത്രിഗുണങ്ങളെ സംബന്ധിച്ചാണ് വേദം പ്രവർത്തിക്കുന്നത്, ത്രിഗുണങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ചാണ് വേദം പറയുന്നത്. അതുകൊണ്ട് നീ നിസ്ത്രൈഗുണ്യനാകൂ, ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനാകാനുള്ള വഴി തേടൂ എന്നാണ്. അപ്പോൾ വേദങ്ങൾ തന്നെ ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ കർമ്മങ്ങളോടുള്ള ആസക്തി, ഫലത്തോടുള്ള ആസക്തി, കർമ്മങ്ങളോടുള്ള ആസക്തി, ആ ആസക്തി നമുക്ക് ത്യജിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ഭാഗവതത്തിൽ അവസാനം ചെന്നെത്തുന്നത്, ആ ഭാഗവതത്തിൻ്റെ ഫലമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ ജ്ഞാനവും വൈരാഗ്യവും തന്നെയാണ്. ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന തത്രജ്ഞാന വിരാഗ ഭക്തിരഹിതം ഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം, അങ്ങനെയാണ് അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത്. ജ്ഞാനവും വിരാഗവും ഭക്തിയും ഇത് മൂന്നും ചേർത്ത് നൈഷ്കർമ്മ്യഭാവത്തെ ഈ ഭാഗവതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ്. ഇത് നമുക്ക് എവിടെയാ കാണാൻ കഴിയുക? ജ്ഞാനത്തെ ഭാഗവതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നുവെന്നും വിരാഗത്തെയും ഭക്തിയെയും ആവിഷ്കരിച്ചിരിക്കുന്നു എന്നും എങ്ങനെയാ കാണാൻ കഴിയുന്നത്? ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ് അവസാനത്തെ അധ്യായത്തിൽ. അപ്പൊ ആ നൈഷ്കർമ്മ്യം ആവിഷ്കൃതമായിരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നും ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്ന തേന തക്തേന ഭുഞ്ചീത,
പരീക്ഷലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്ത്യ കൃതകൃതേന എന്ന തത്വങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യം പരം ധീമഹി എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മാവിനെയാണ് ഭാഗവതം നമിക്കുന്നത്, സ്വീകരിക്കുന്നത്. തത്വജ്ഞാനത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് സ്വാമിജികൾ രാവിലെ പറഞ്ഞിരുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനി കീർത്യത. അപ്പോൾ ആ തത്വത്തെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഭാഗവതം പറയുന്നത്? ഓരോ ശാസ്ത്രങ്ങളുമായിട്ട് ഭാഗവത കഥകൾക്കും അതിൽ പറയുന്ന വാക്യങ്ങൾക്കുമുള്ള ബന്ധമെന്ത്? ആ രീതിയിൽ ഭാഗവതത്തിലെ ഉപദേശങ്ങൾ, ചില ഉപദേശങ്ങൾ നമ്മൾ നോക്കും. നമ്മുടെ നിത്യജീവിതത്തിലെയും നമ്മുടെ ആചരണങ്ങളുടെയും ഒക്കെ ഒരു വിവേചനം നമ്മൾ ചെയ്യും. അപ്പോൾ ഏതൊരു തത്വത്തിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, ആ തത്വത്തെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഉപനിഷത്ത് പറയുന്ന തത്വമല്ലാതെ വേറെ എന്തെങ്കിലും തത്വമുണ്ടോ? വേറെ എന്തെങ്കിലും തത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, അല്ലേ? ഇനി ഭാഗവതമല്ല, രാമായണമല്ല, ഏത് പുസ്തകമായാലും നമ്മുടെ ശാസ്ത്രവ്യവസ്ഥയിൽ നോക്കിയാൽ കാവ്യങ്ങൾ പോലും, ഇപ്പോൾ രഘുവംശം പോലുള്ള കാവ്യങ്ങളുണ്ട്, കാവ്യങ്ങൾ പോലും ചതുർവിധ പുരുഷാർത്ഥ പ്രാപ്തിക്ക് വേണ്ടിയുള്ളവയാണ് എന്നാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 4 പുരുഷാർത്ഥങ്ങളിൽ മോക്ഷമാകുന്ന പരമപുരുഷാർത്ഥം അത് നമ്മുടെ സ്വരൂപമാണ്, അത് നമ്മുടെ സച്ചിദാനന്ദ സ്വരൂപമാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചവും നമ്മുടെ സ്വരൂപത്തിൽ തന്നെ സ്ഥിതമാണ്. ആ സത് ചിത് ആനന്ദം എന്ന സ്വരൂപത്തിൽ തന്നെ സ്ഥിതമാണ്. അങ്ങനെയുള്ള ആ തത്വജ്ഞാനം എത്രയും സരളമായ ഒരു അഭ്യാസത്തിലൂടെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്ന് ശ്രീമദ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. കഴിഞ്ഞ സത്രത്തിൽ, 24ാമത്തെ സത്രത്തിൽ രാസപഞ്ചാധ്യായെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങൾ പലരും അത് കേട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാസപഞ്ചാധ്യായിയുടെ സാരം രസമാകുന്ന ആനന്ദത്തിൻ്റെ സ്വരൂപമാണ്. അതാണ് ആ 5 അധ്യായങ്ങളിൽ ഭഗവാന്റെ ലീലയായിട്ട്, രാസലീലയായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാ കാണാൻ സാധിക്കുക? ഉപനിഷത്ത് തത്വജ്ഞാനമില്ലാതെ ഒരിക്കലും അത് സാധിക്കില്ല. ശ്രീ ശുകദേവ് ഋഷിയെപ്പോലെ അത്യന്ത വിരക്തനായിട്ടുള്ള ഒരാളിന് മാത്രമേ അതിൻ്റെ ഉള്ളിലെ ആ ഉപനിഷത്ത് തത്വജ്ഞാനം, രാസപഞ്ചാധ്യായിയുടെ തത്വജ്ഞാനം അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ജ്ഞാന, വൈരാഗ്യ, ഭക്തി ഇതെല്ലാം ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഒരുമിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ആ വിവേചനം നമുക്കുണ്ടാകണം. ഭഗവാന്റെ ബാല്യലീലകൾ ശ്രവിക്കുമ്പോൾ, അല്ലേ, ബാല്യലീലകൾ ശ്രവിക്കുമ്പോൾ നമുക്ക് ആ ഓരോ ലീലയിൽ നിന്നും ഓരോ ഭാവം, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഒരു വാത്സല്യഭാവം തോന്നും. ആ ഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ഭാവത്തിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ഭഗവത് ലീലകളുടെ ശ്രവണം ചെയ്യുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകുന്നതുണ്ട്. ആ ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അത് ശ്രവിക്കാൻ ആഗ്രഹമുണ്ടാകുന്നു, വീണ്ടും വീണ്ടും നമ്മൾ ശ്രവിക്കുന്നു. അപ്പോൾ എവിടുന്നാണ് ഈ ആനന്ദം ഉണ്ടാകുന്നത്? ആ കഥയിൽ നിന്നാണോ ഉണ്ടാകുന്നത്? കേൾക്കുന്ന ആ വാക്യങ്ങളിൽ നിന്നാണോ വാചകങ്ങളിൽ നിന്നാണോ ഉണ്ടാകുന്നത്? എവിടുന്നാണ് ഈ ആനന്ദം ഉണ്ടാകുന്നത്?
ഇന്ന് രാവിലെ സ്വാമിജി പറഞ്ഞു, പുറത്തുനിന്ന് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല അല്ലേ? പുറത്തുനിന്ന് ഒന്നും ഉള്ളിലേക്ക് കയറാൻ ഉള്ള സ്ഥലമില്ല ഉള്ളിൽ. എന്താ പറയുക, എവിടേക്കാണ് കയറേണ്ടത്? ഈ നമ്മുടെ തലയുണ്ടല്ലോ, തലയോട്ടിലോത്തൊന്നും അത്രയും സ്ഥലമില്ല. എന്താ കയറാൻ സാധിക്കുക അതിൻ്റെ അകത്ത്? അപ്പോൾ അവിടേക്ക് ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കയറി പോവുക? അതൊന്നും വിഷയങ്ങളൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല. പക്ഷേ ഈ കഥാശ്രവണങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദമുളവാകുന്നു. അപ്പോൾ ഈ ആനന്ദം പുറത്തുനിന്ന് വന്നതാണോ അകത്തുനിന്ന് വന്നതാണോ? എവിടുന്നാണ് ഈ ആനന്ദം വന്നത്? പുറത്തുനിന്നല്ല അല്ലേ? കാരണം പുറത്തുനിന്ന് വരാനുള്ള മാർഗമില്ല. പോകണമെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ അകത്തേക്ക് പോകുന്നത്. അതിലൂടെ മാത്രമേ അകത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉള്ളൂ. ഇനി ശ്വാസത്തിലൂടെ എന്തെങ്കിലും ഒരു വിഷയം വെളിയിൽ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ നമുക്ക്? അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉള്ളിലേക്ക് പോകും എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ വലിയ പ്രശ്നമാണ്, നമുക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകും. അപ്പം അങ്ങനെയൊന്നും ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പം എവിടെയായി ആനന്ദം ഉണ്ടാകുന്നത്? ഉള്ളിൽ തന്നെയാണ്. കഥാശ്രവണം ചെയ്യുമ്പോൾ, ശ്രീമദ് ഭാഗവത പോലുള്ള കഥകളെ, ലീലകളെ ശ്രവണം ചെയ്യുമ്പോൾ, ആ ശ്രവണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ മനസ്സ് ലയിക്കുന്നത് കൊണ്ട്, ആ ഒരു ക്ഷണം മനസ്സ് ലയിച്ചു പോകുന്നത് കൊണ്ട് അവിടെ ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇതല്ലേ വാസ്തവികം? ഇതല്ലേ വാസ്തവികം? ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈരാഗ്യം സ്വതവേ ഉണ്ടാകേണ്ടതാണ്. ഇതൊന്ന് ചിന്തിച്ചാൽ വൈരാഗ്യം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. കാരണം എന്താണ്? ഈ ആനന്ദം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതിനെ പ്രകടമാക്കാൻ ഭഗവത് കഥകൾ, ഭഗവാന്റെ ലീലകൾ നമ്മെ സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ശ്രവിക്കാനിരിക്കുന്ന, ഈ ശ്രവണം ചെയ്യാനിരിക്കുന്ന ഈ ശ്രവണവും നിങ്ങളെ അതിനാണ് സഹായിക്കുന്നത്. ഈ ശ്രവണം ചെയ്യുന്ന സമയത്ത് നാം നമ്മുടെ തന്നെ സത്സ്വരൂപത്തെയും ചിത്സ്വരൂപത്തെയും ആനന്ദസ്വരൂപത്തെയും കുറിച്ച് ചിന്തിക്കുന്നു. ഇതാണോ വേദം പറയുന്നത്? ഇതാണോ ഉപനിഷത്ത് പറയുന്നത്? ഇതല്ലേ എൻ്റെ സ്വരൂപ ആനന്ദം? ഇതെൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുന്നു. ആ ചിന്തയിൽ നിന്നാണ് ഈ വിഷയത്തെ നമ്മൾ ഗ്രഹിക്കുന്നത്. ആ ചിന്തയാണ് ഗ്രഹണം എന്ന് പറയുന്നത്. അറിവ് പോലും വെളിയിൽ നിന്ന് വരുന്നില്ല. അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അറിവിനെ പൊടി തട്ടിയെടുക്കുകയാണ്, ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതിൽ ചില ആവരണങ്ങൾ വന്നുപോയി, പൊടിപടലം വന്നുപോയി. അതിനെ വൃത്തിയാക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ശ്രവണ മനനങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദശമസ്കന്ധത്തിൽ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, പറയുന്ന ആളിനും ശ്രവിക്കുന്ന ആളിനും പൃച്ഛകം ചോദിക്കുന്നവനും എല്ലാം ഒരുപോലെ അത് ഫലം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ സ്വരൂപത്തിലിരിക്കുന്നതായിട്ടുള്ള സത് ചിത് ആനന്ദം എന്ന ആ സ്വരൂപം നമുക്കറിയണമെങ്കിൽ അറിവിന് ഒരു മാർഗം വേണം, അതിലേക്ക് എത്താനൊരു ബന്ധം വേണം, ഒരു കണക്ഷൻ വേണം. ആ കണക്ഷനാണ് ഈ പുരാണ ഇതിഹാസങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ വേദം ഉപബൃംഹയേത് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വിസ്താരം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ശ്രവിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇതിഹാസ പുരാണങ്ങളെ പഞ്ചമം വേദം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ
വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങൾ ഉള്ളതുപോലെ ഇതിഹാസ പുരാണങ്ങളിലും ചില കർമ്മകാണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭാഗവതത്തിൽ നോക്കിയാൽ എത്രയധികം ഉപദേശങ്ങളാണുള്ളത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യൂ, ഇത് ചെയ്യാതിരിക്കൂ, ഇതൊക്കെ ഉപദേശിക്കുന്നുണ്ടല്ലോ. ഓരോ സ്ഥലത്ത് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വേദത്തിൻ്റെ പ്രക്രിയയെ, വേദത്തിൽ എന്താണോ പ്രതിപാദിക്കുന്നത് അങ്ങനെ തന്നെ എടുത്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വേദം ഒന്നൊന്ന് പരിചയപ്പെടാം. അല്പമായിട്ട് ഈ വേദത്തെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയും. ഇനി ഈ വരുന്ന എല്ലാ ക്ലാസ്സുകളിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വേദത്തിൻ്റെ ഒരു സ്വരൂപം എന്തൊക്കെയാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായി എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേദങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും. 4 വേദങ്ങളുണ്ടെന്ന് പറയുന്നു. ആ 4 വേദങ്ങൾ വേദവ്യാസൻ ഒരു വേദത്തിൻ്റെ രൂപത്തെ 4ആയി വിഭജിച്ചു എന്ന് പറയുന്നു. അല്ല, 4 ലക്ഷണങ്ങളുള്ള വേദമായിരുന്നു, അത് ഒന്നായി പോയി, അത് വേദവ്യാസൻ വിഭജിച്ചു എന്ന് പറയും. അപ്പോൾ വേദവ്യാസ ഋഷി വേദങ്ങളെ ഉണ്ടാക്കുകയല്ല ചെയ്തത്, വേദങ്ങളെ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളുടെ സ്വരൂപം, 4 സ്വരൂപം, ഋഗ്വേദത്തിൻ്റെ ഒരു സ്വരൂപം, യജുർവേദത്തിൻ്റെ മറ്റൊരു സ്വരൂപം, സാമവേദത്തിൻ്റെ വേറൊരു ലക്ഷണം, അഥർവവേദത്തിൻ്റെ പിന്നൊരു ലക്ഷണം. ഇങ്ങനെ ഈ 4 ലക്ഷണങ്ങളായിരുന്നു വേദത്തിനുണ്ടായിരുന്നത്. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഛന്ദോബദ്ധങ്ങളായിട്ടുള്ള സ്തുതികൾ, ദേവസ്തുതികൾ, ആവാഹനം തുടങ്ങിയ ദേവന്മാരുടെ ആവാഹനം കഴിഞ്ഞാലുള്ള സ്തുതികൾ, പ്രാർത്ഥനകൾ, ഇതാണ് ഋഗ്വേദത്തിൻ്റെ സ്വരൂപം. ലോകത്ത് ഇന്ന് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള, പ്രാചീനതമമായിട്ടുള്ള ഗ്രന്ഥമായിട്ടാണ് ഋഗ്വേദത്തെ ഇപ്പോൾ ലോകം മുഴുവൻ കണക്കാക്കുന്നത്. അത്രയും പ്രാചീനമാണ് അതിൻ്റെ ഭാഷയും വ്യവസ്ഥയും. അപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സ്വരൂപം പറയുന്നത്, മീമാംസാ ദർശനത്തിൽ അതിൻ്റെ സ്വരൂപം പറയുന്നത്, അത് ഛന്ദോബദ്ധമായിട്ടുള്ള, അർത്ഥവത്തോടു കൂടിയ ഛന്ദോബദ്ധമായിട്ടുള്ള സ്തുതി കഥനങ്ങളാണ്. അത് കഴിഞ്ഞാൽ യജുർവേദം ഈ ദേവതാ ആഹ്വാനത്തോടു കൂടി ദേവന്മാർക്ക് ഹവിസർപ്പിക്കുകയും ആ ഹവിസർപ്പിക്കുമ്പോൾ ചെയ്യേണ്ട ക്രിയകളെയും മന്ത്രങ്ങളെയും ഒക്കെയാണ് യജുർവേദം പറയുന്നത്. അത് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് യജുർവേദത്തിലെ മന്ത്രങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം. കർമ്മത്തിൽ അധ്വർയു എന്നൊരു പുരോഹിതനുണ്ടായിരിക്കും, ഒരു പൂജകനുണ്ട്, ഒരു ഋത്വിക്കുണ്ട്. ആ ഋത്വിക്ക് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജുർവേദത്തിൽ പറയുന്നു. മൂന്നാമത്തേത് സാമവേദം. സാമവേദവും ശരിക്കും ഋഗ്വേദത്തിലുള്ള മന്ത്രങ്ങളുടെ തന്നെ രൂപമാണ്. കുറച്ചധികം മന്ത്രങ്ങൾ അതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഗാനരൂപത്തിലുള്ളതാണ്, സാമഗാനം എന്നാ പറയുക. എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിരിക്കും. അതൊരു പ്രത്യേക രീതിയിൽ ഗാനം ചെയ്യുന്നതാണ് സാമഗാനം. അത് കർമ്മം ചെയ്യുന്ന സമയത്ത് ദേവതാസ്തുതിയോടൊപ്പം ഗാനം അവിടെ ആലപിക്കുന്നു. അത് ചിലപ്പോൾ യാഗങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ പോയാൽ അത് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഗീതിഭിസ് സാമ അഖ്യ എന്നാണ് അതിന് മീമാംസാ സൂത്രം പറയുന്നത്. ഗീതി രൂപമാണ് സാമം. ഇതെല്ലാം കർമ്മത്തോട് സംബന്ധിച്ച് തന്നെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. നാലാമത്തേത് അഥർവവേദം. അഥർവവേദത്തിൽ എന്താ ഉള്ളത്? അഥർവവേദത്തിൻ്റെ കർമ്മപരമായ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ അഥർവവേദത്തിൽ ഈ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും പറഞ്ഞതായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ, അതിൽ ചിലപ്പോൾ പിഴകളൊക്കെ വന്നു പോകുമല്ലോ. സുദീർഘമായ കർമ്മമാണ്, അതിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. ഓരോന്നും സമയത്തും ചിട്ടയോടുകൂടിയും ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ആ കർമ്മം തെറ്റായി കണക്കാക്കും, പിന്നെ അതിൻ്റെ ഫലം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള പരിഹാരക്രിയകൾ, പ്രായശ്ചിത്ത ക്രിയകൾ, അതുപോലെ ഈ കർമ്മം സംരക്ഷിക്കാനുള്ള ചില
നിയമങ്ങൾ അല്ലെങ്കിൽ ചില രക്ഷാകവചങ്ങൾ, ഇതൊക്കെയാണ് അഥർവവേദത്തിൽ പറയുന്നത്. ചിലവർ പറയുന്നുണ്ട് അഥർവവേദത്തിൽ നിന്നാണ് പിന്നീട് തന്ത്രശാസ്ത്രങ്ങളും അല്ലെങ്കിൽ പ്രയോഗങ്ങളും ഒക്കെ ഉടലെടുത്തതെന്ന്. ചെറിയൊരു ബന്ധം അങ്ങനെ പറയാൻ സാധിക്കും. കാരണം അതിൽ പ്രായശ്ചിത്ത ക്രിയകളും മറ്റ് ക്രിയകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് വേദത്തിൻ്റെ 4 സ്വരൂപം. അപ്പം ഇത് എല്ലാം കൂടെ ഒരുമിച്ചായി പോയിരുന്നു വേദവ്യാസ ഭഗവാന്റെ ജന്മസമയത്ത്. അപ്പം അങ്ങനെയാണ് വേദവ്യാസ ജന്മനമെടുത്ത് വേദങ്ങളെ വിഭജിച്ച് വ്യാസനം ചെയ്ത് വിഭജ്യതേ പൃഥക്രിയത്തെ എന്ന് വ്യത്യസ്തമായ 4ആയിട്ട് വിഭജിച്ച് ഓരോന്നിൻ്റെയും ലക്ഷണം അതനുസരിച്ച് വച്ച് അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഒരു വിശേഷമുള്ളത്, ഈ വേദത്തിൽ സംഹിതാഭാഗം, ബ്രാഹ്മണഭാഗം, അതുപോലെ ഉപനിഷത് ഭാഗം, ഇങ്ങനെ 3 ഭാഗങ്ങൾ അങ്ങനെ പറയാം. പിന്നെ അതിലൊരു ഉപാസന കാണ്ഡ രീതിയിൽ പറഞ്ഞാൽ ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം എന്ന് 3 കാണ്ഡങ്ങളെയും പറയാം. കാണ്ഡങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള എല്ലാ വസ്തുതകളും എവിടെ പറയുന്നുവോ അതിന് ഒരു കാണ്ഡം എന്ന് പറയും. നമ്മളിപ്പോൾ രാമായണത്തിൽ യുദ്ധകാന്ഡം കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ യുദ്ധസംബന്ധമായിട്ടുള്ള ചർച്ചയാണ് ആ ഭാഗത്തുള്ളത്. ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ വേദത്തിലെ ഓരോ വേദത്തിലും ഉപനിഷത്തുകളുണ്ട്. ഈ ഉപനിഷത്തുകൾ വന്നിരിക്കുന്നത് വേദത്തിൻ്റെ ശാഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന ചർച്ചയിൽ നമ്മൾ ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഉദ്ധരണങ്ങൾ, ഇപ്പോൾ ഭാഗവതത്തിലെ ചില ഭാഗങ്ങളെ നമ്മൾ വേദത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കിത് അറിഞ്ഞിരുന്നാൽ എങ്ങനെയാണ് ഉപനിഷത്തിനോട് താരതമ്യപ്പെടുത്തേണ്ടത്, ഉപനിഷത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയും വിസ്തരിച്ച് കർമ്മകാണ്ഡമുള്ള വേദത്തിന് ശാഖകളുണ്ട്. ശാഖകളെന്ന് പറഞ്ഞാൽ വേദം ചൊല്ലുന്ന രീതിയുടെ ഭേദം, അതുപോലെ ചില ക്രിയകളുടെ ഭേദം, ചില കർമ്മങ്ങളുടെ ഭേദമുണ്ട്. ആ ഭേദം വച്ചിട്ടാണ് ശാഖകൾ എന്ന് പറയുക. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കരക്കാരെന്നൊക്കെ പറയില്ലേ, ആ കരക്കാർ ഈ കരക്കാർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ എന്താ ആ കരക്കാർ തമ്മിലുള്ള വ്യത്യാസം? അവരുടെ ചില ജീവിത രീതികളിലൊക്കെ അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അവരുടെ കുലാചാരങ്ങൾക്ക് ചില വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ ഒരു കേരളമാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഒരു കേരളമല്ല. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഷാശൈലി ഒക്കെ നിങ്ങൾക്കറിയാം. അവിടെ പ്രയോഗിക്കുന്ന പദങ്ങൾ ഇതൊക്കെയാണല്ലോ കുട്ടിക്കാലത്ത് പഠിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പൂജയുടെ മറ്റു കാര്യമൊക്കെ ആയിട്ട് കണ്ണൂർ ഒരു ഭാഗത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കണ്ണൂർ പോയി. അവിടെ അപ്പോൾ പുറത്ത് പോണത് ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലല്ലാത്തൊരു ഭാഷ കേൾക്കുക, ആളുടെ ജീവിക്കുന്നത് ആദ്യമായിട്ട് പോകുന്നു, ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നു, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. അവിടെ ചെന്നിറങ്ങി ഒരു വീട്ടിലായിരുന്നു താമസം. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ പ്രായം വളരെ ഒരു കുട്ടിക്കാലം എന്ന് വെച്ചോളൂ, അവർ പറയുന്നതൊന്നും അത്ര അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, എന്താണ് പറയുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ കേട്ടിരിക്കുന്നു, അവർ വിചാരിക്കുന്നത് എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കപ്പയുണ്ട്, കപ്പയ്ക്ക് മരച്ചീനി എന്ന അവിടെ പറയുക. കപ്പയെന്നും പറയും, മരച്ചീനി എന്നും പറയും. പക്ഷെ ഈ കൊള്ളി എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇല്ല. തിരുവനന്തപുരം ഭാഗത്ത് കൊള്ളി എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. കൊള്ളി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തീ വയ്ക്കുക എന്നർത്ഥം. അപ്പോൾ ഇതൊരു സംഗതി പ്രശ്നമാണ്. അപ്പോൾ അതെന്താ, അവിടെ ചെന്നപ്പോൾ അവർ കൊള്ളി എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതിന് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക, അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്ന് പറയാം. എന്നാൽ കണ്ണൂർ പറയുന്ന ഭാഷ ചാടിക്കൂ എന്ന് പറയും.
അപ്പം നമ്മളുടെ അടുത്ത് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി പോവുക, ഓടുക, ഹൈ ജമ്പ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ഇതെന്താ ഇവരിങ്ങനെയൊക്കെ ഒരു സംസ്കൃതം, ഒരു നല്ലൊരു ഭാഷ സംസാരിക്കാത്തത്, എന്താ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത്? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞതെല്ലാം തെറ്റാണ്. അവർ നല്ല സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല വരാത്തവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഈ ആചാരഭേദങ്ങളും രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വേദകാലം മുതൽക്കേ ഉണ്ടായിരുന്നു. ആ ആചാരഭേദങ്ങളും സ്വരഭേദങ്ങളും എടുത്താണ് ശാഖകൾ ഉണ്ടായത്, വേറെ വേറെ ശാഖകൾ ഉണ്ടായത്. ആ ശാഖകളൊക്കെ വേദം ഓത്ത് ചൊല്ലുന്നവർ അതുപോലെ അഭ്യസിച്ച് അവരുടെ പരമ്പരയായിട്ട് അഭ്യസിച്ച് അങ്ങനെ ചൊല്ലിയിരുന്നു, അതൊക്കെ പ്രയോഗിച്ചിരുന്നു. അങ്ങനെ 1180 ശാഖകൾ ഉണ്ടായിരുന്നു. 1180 ശാഖാഭേദങ്ങൾ വേദത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വേദവ്യാസ ഭഗവാൻ സംഗ്രഹിച്ച് പ്രചരിപ്പിച്ചു, അതിനെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. എത്ര വലിയ കാര്യമാണ് വേദവ്യാസൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ശാഖകൾ പല പല പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാതെ, ചില ശാഖകൾ ചില വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ 1180 ശാഖകളിൽ 12 ശാഖകൾ മാത്രമേ ബാക്കിയുള്ളൂ. കേവലം 12 ശാഖകൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ 56 ദിവസം, ഇപ്പോൾ ഇന്നലത്തോടു കൂടി അത് അവസാനിച്ചു. 56 ദിവസം ഈ വേദശാഖ വേദപണ്ഡിതന്മാരെ എല്ലാം വിളിച്ച് അവിടെ 56 ദിവസം 7 ആവൃത്തിയിൽ ഈ വേദങ്ങളെ മുഴുവൻ ചൊല്ലുകയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു യജ്ഞം അവിടെ നടന്നു. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന യജ്ഞമാണ്. മുറജപം എന്നാണെന്ന് പറയാം. ഒരു മുറ ജപിക്കുക, അങ്ങനെ 7 മുറ ജപിക്കുന്ന രീതിയാണതുള്ളത്. അത് മകരസംക്രാന്തിക്കാണ് സമാപിക്കുന്നത്. മകരസംക്രാന്തിക്ക് ലക്ഷദീപം ഉണ്ടാകും. അപ്പോൾ ഈ വേദത്തിൽ ഈ ശാഖാഭേദത്തു കൊണ്ട് കർമ്മഭേദങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ തെക്കേ ഇന്ത്യയിൽ ബ്രാഹ്മണർ ഉച്ചരിക്കുന്ന വേദം ചൊല്ലുന്ന രീതിയും അക്ഷര സ്ഫുടതയും അല്ലെങ്കിൽ അതുപോലുള്ള സ്വരരീതിയുമല്ല നമ്മൾ അവിടെ പോയാൽ, മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ കാണാൻ കഴിയുക. ഇതല്ല നമുക്ക് വടക്ക് പോയാൽ അല്ലെങ്കിൽ ഹിമാലയത്തിലൊക്കെ ആ ഭാഗത്ത് അവിടെയൊക്കെ ശുക്ലയജുർവേദമാണ്. അതുപോലെ ബംഗാൾ ആ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു രീതിയിലാണ് ചൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭേദങ്ങളുണ്ടെങ്കിലും അർത്ഥത്തിലൊരു ഭേദവുമില്ല. ഈ 4 വേദങ്ങളിലും കൂടെ 1180 ശാഖകളുള്ളതിൽ ഈ 1780 ശാഖകൾക്കും ഉപനിഷത്തുകളുണ്ടായിരുന്നു. ഉപനിഷത്ത്, ഓരോരോ ഉപനിഷത്ത് ഉണ്ടായിരുന്നു. ആ ശാഖ പഠിക്കുന്ന ആ വേദപണ്ഡിതർക്ക് ആ ഉപനിഷത്തും പഠിക്കണം. അത് അതിൻ്റെ കൂടെ ഉള്ളതാണ്. ആ ഉപനിഷത്തിൽ പറയുന്നതായിട്ടുള്ള അന്തിമ സാരവും അതിനോടൊപ്പം മനസ്സിലാക്കണം. അതല്ലാതെ വേദപാണ്ഡിത്യം പൂർണ്ണമാകില്ല. ആ വേദശാഖയുടെ പാണ്ഡിത്യം പൂർണ്ണമാകില്ല. അപ്പോൾ കർമ്മകാണ്ഡം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഉപനിഷത് ജ്ഞാനവും വേണമെന്ന് വേദം തന്നെ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ കർമ്മത്തിലൂടെ അവിടേക്ക് പോകാനുള്ള മാർഗം ഉണ്ടാക്കിയത് നമുക്ക് അതിനുള്ള യോഗ്യത, അത്രയും യോഗ്യത ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്നു, അതിൽ നിന്ന് ഭക്തിയും ത്യാഗവും ഒക്കെ പഠിക്കുന്നു, പിന്നീട് ആ മോക്ഷമാർഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് എടുത്താൽ, ഈശാവാസ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദം എന്ന ശാഖയിലെ 40ാമത്തെ അധ്യായമാണ്. അതിലെ സംഹിത വേദഭാഗത്തിലെ 40ാമത്തെ അധ്യായം ഈശാവാസ്യ ഉപനിഷത്ത്. നോക്കൂ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്താണ്. നമ്മുടെ ദശോപനിഷത്തുക്കളിൽ പ്രഥമമായിട്ടുള്ളത് ഈശാവാസ്യ ഉപനിഷത്ത്. 18 മന്ത്രങ്ങളെ അതിലുള്ളൂ. ഈ 18 മന്ത്രങ്ങളിലൂടെ വേദാന്തത്തിൻ്റെ സാരവും കർമ്മകാണ്ഡത്തിൻ്റെ സാരവും കർമ്മകാണ്ഡത്തെ ത്യജിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉപാസനകൾ ചെയ്യേണ്ടതിൻ്റെ താത്പര്യവും ഒക്കെ ഈ 18 മന്ത്രങ്ങളിൽ വർണ്ണിച്ചു.
ചെറിയൊരു ഉപനിഷത്താണ്. എല്ലാ പണ്ഡിതന്മാരും അതിൽ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമിജികളുടെ ഭാഷ്യം വളരെ പ്രസിദ്ധമാണ്. അദ്വൈതപരമായ ഭാഷ്യമുണ്ട്. അതിൽ വരുന്ന മന്ത്രം ആദ്യത്തെ മന്ത്രമാണല്ലോ, ഈശാവാസ്യമിതകും സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ജീതാമാകൃധക്കസ്യ സിദ്ധനം. അപ്പോൾ വേദത്തിൽ വരുന്ന ശുക്ലയജുർവേദം, ശുക്ലയജുർവേദം എന്ന ശാഖ, ആ ശാഖയുടെ സംഹിതാഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഛന്തോ രീതിയിൽ ശ്ലോകങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, സ്വരത്തിൽ ചൊല്ലുന്നതായിരിക്കും. അതിൻ്റെ അവസാനത്തെ അധ്യായം എന്താണ്? ഉപനിഷത്താണ്. എന്താണത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കർമ്മകാണ്ഡങ്ങളെല്ലാം ചെയ്ത് ഉപാസന ചെയ്ത് അവസാനം വേദാന്തത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ പോയി നിലകൊള്ളണം. ഈശ്വരനെ എല്ലാ സ്ഥലത്തും വ്യാപകമായി കാണാൻ സാധിക്കണം, അങ്ങനെ കാണാൻ ശ്രമിക്കണം. ഈശാവാസ്യമിതകും, ഈശ്വരനാലാണ് ഇത് വ്യാപ്തമായിരിക്കുന്നത്. ഇത് ഭാഗവതത്തിലും അതുമാതിരി തന്നെ പറഞ്ഞിരിക്കും. ഈ മന്ത്രത്തിൻ്റെ താത്പര്യം അങ്ങനെ തന്നെ അതേ വാക്കുകളിലൂടെ ഭാഗവതം സ്വീകരിച്ചിരിക്കുന്നു. 8-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകമായിട്ട് വരുമ്പോൾ ഈശാവാസ്യമിതകും സർവം എന്ന ആ മന്ത്രത്തിനെ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവാസ്യമിതകും സർവം. അപ്പൊ എങ്ങനെയാ നിഗമകൽപ്പതരോർ ഗളിതം ഫലമായതെന്ന് ചോദിച്ചാൽ, അവിടെ വേദത്തിലെ ഈശാവാസ്യം എന്ന് പറഞ്ഞെടുത്ത് ഈശ എന്നതിൻ്റെ സ്ഥാനത്ത് ആത്മാവാസ്യം എന്ന് മാത്രമാക്കി. അപ്പോൾ എന്താ സൂചിപ്പിച്ചത്? ഈ ആത്മാവാസ്യം ഇതകും സർവമെന്ന്, ഇതകും വിശ്വം എന്ന് പഠിക്കുന്ന ഒരാൾ, ചൊല്ലുന്ന ഒരാൾ ഈശാവാസ്യം ഇതകും സർവം എന്ന തത്വമാണ് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും, ഈശ്വരൻ ആത്മാവാണ്, ആത്മാവും ഈശ്വരൻ തമ്മിൽ ഭേദമില്ല, തത്വമസി വാക്യങ്ങൾ പറയുന്നത് അതാണ്, ആ താത്പര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്ന് അയാൾക്ക് ബോധ്യപ്പെടും. പക്ഷെ ഈ സ്കന്ധത്തിലെ ഈ അധ്യായങ്ങളിലെ കഥകൾ നോക്കുമ്പോൾ ആ കഥകൾ ഈ തത്വത്തെ തന്നെ പ്രകടിപ്പിക്കാനുള്ള കഥകളായിരിക്കും. പക്ഷെ നമ്മൾ കഥകളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് നോക്കാറില്ല. നമ്മൾ വെളിയിലുള്ള പാക്കിംഗ് ആണ് ശ്രദ്ധിക്കുക, ഉള്ളിൽ എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നല്ല പാക്കിംഗ് ഉള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ എത്ര വില കൊടുത്തും വാങ്ങും. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു രീതിയാണ്, നമ്മുടെ ദൃഷ്ടി അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കഥകളിലുള്ള ആ രസം ആസ്വദിക്കണ്ട എന്നല്ല അതിനർത്ഥം. രസം ആസ്വദിക്കുമ്പോൾ അവിടെ ഓർക്കേണ്ടത് ഇത് പറയുന്ന തത്വം ഇങ്ങനെയാണ്, ഇതെൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിനെ തന്നെ പ്രകടിപ്പിക്കുന്ന തത്വമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ സാരം ഇവിടെ ഭാഗവതത്തിൽ അങ്ങനെ തന്നെ 8-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വന്നു. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ. ഇന്ന് മുണ്ടകോപനിഷത്തിൻ്റെ ഉദാഹരണവും സ്വാമിജി പറഞ്ഞു. മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിലെ മുണ്ടക ശാഖയിൽ വരുന്ന ഉപനിഷത്താണ്. ഋഗ്വേദം പോലെ തന്നെ അഥർവവേദവും വ്യാപ്തമാണ്. അഥർവവേദത്തിൽ ഉപനിഷത്തുകൾ, അനേകം ഉപനിഷത്തുകൾ അഥർവവേദത്തിലുണ്ട്. നമ്മളെ ദശോപനിഷത്തുകളിൽ തന്നെ പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത് ഇതൊക്കെ അഥർവവേദത്തിൽ പെടുന്നു. മാണ്ഡുക്യ ഉപനിഷത്ത്. ഇപ്പോൾ വേദം ഏതായാലും ഉപനിഷത്ത് ഏതായാലും അത് വേദാന്തം ഒന്ന് എന്നുള്ള ആ തത്വത്തെ, ബ്രഹ്മജ്ഞാനത്തെ മാത്രമാണ് പറയുന്നത്. മറ്റൊന്നും ഉപനിഷത്തിന് പറയാനില്ല. അതെങ്ങനെ പ്രാപിക്കണമെന്ന് പറയും. അപ്പം ഇവിടെ മുണ്ടകോപനിഷത്തിലെ വാക്യം നമ്മൾ ഭാഗവതത്തോട് ചേർത്ത് നോക്കുമ്പോൾ പ്രണവോ ധനോശ്വരോ ഹ്യാത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യതേ എന്നൊരു വാക്യം മുണ്ടകോപനിഷത്തിലുണ്ട്, 2-ാമത്തെ മുണ്ടകത്തിൽ വരുന്നതായിട്ട്. ഇവിടെ ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ
15-ാം അധ്യായത്തിൽ ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. എന്താണോ ആ മന്ത്രം പറയുന്നത്, മുണ്ടകോപനിഷത്ത് നിങ്ങൾ വായിച്ചു നോക്കുക, ഭാഗവതത്തിലെ ഈ ഭാഗവും എടുത്ത് വായിച്ചു നോക്കുക. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, രണ്ട് ശബ്ദാവലി മാത്രം. അവിടെ വേറൊരു ശബ്ദാവലി, ഇവിടെ വേറൊരു ശബ്ദാവലി. അക്ഷരം ചിലപ്പോൾ പദങ്ങൾ അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ എന്താണ് പ്രണവോ ധനു ശരോഹ്യാത്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മതല്ലക്ഷ്യമുച്ചത. പ്രണവമന്ത്രം ഓങ്കാരം പരം ച അപരം ച ബ്രഹ്മയതോങ്കാര. പ്രണവം ധനുഷാണ്, ധനുഷ്. ആ ധനുഷ് എവിടെയാ ലക്ഷ്യമാക്കുന്നത്? ശരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എവിടെയാണ്? ബ്രഹ്മതൽ ലക്ഷ്യമുച്ചതേ. അപ്പൊ ശരം എന്താണ്? ആത്മാ. ഈ ജീവാത്മാവാണ് ശരം. അപ്പോ പ്രണവത്തെ ധനുഷായി കൽപ്പിച്ച്, ജീവാത്മാവിനെ ശരമായി കൽപ്പിച്ച്, ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി കൽപ്പിച്ച് അതിലേക്ക് ഏകാഗ്രത ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ള ധ്യാനം എന്നാണ് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ അവിടെ പറയുന്നത്. അവിടെ ധനുഷുണ്ടെന്നോ ശരമുണ്ടെന്നോ ഒന്നുമല്ല അർത്ഥം. അപ്പൊ ജീവാത്മാവിൻ്റെ ആ അഹങ്കാരം, ഞാൻ എന്നുള്ള അഹമഹം എന്നുള്ള ഭാവം, ഈ അഹമഹമെന്ന ഭാവത്തെ ഏകാഗ്രതയോടുകൂടി ബ്രഹ്മലക്ഷ്യത്തിലേക്ക് എത്തിക്കൂ. ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ഈ ജീവാത്മാവിനെ അതിനോട് യോജിപ്പിക്കൂ. അതിനെന്താ ചെയ്യേണ്ടത്? പ്രണവത്തെ ആലംബനമാക്കണം. അപ്പൊ ശരത്തിനെ തൊടുക്കാൻ സാധിക്കുക എങ്ങനെയാ? ധനുഷിലൂടെ മാത്രമേ ശരം തൊടുത്തുവിടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ആലംബനമാണ്. ലക്ഷ്യത്തെ ഭേദിക്കാൻ ആലംബനമാണ്. ആ ആലംബനമായി പ്രണവത്തെ ഉപയോഗിക്കൂ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അതേ കാര്യം തന്നെ ധനുർഹി തസ്യ പ്രണവം പഠന്തി. പഠന്തി പറയുന്നു, പഠിക്കുന്നു. ആര് പഠിക്കുന്നു? വേദത്തിലെ ഋഷികൾ അങ്ങനെ പറയുന്നു. ശരന്തു ജീവം പരമേവ ലക്ഷ്യം. ഭാഗവതം പറയുന്നതാണ്. ജീവൻ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ജീവാത്മാവ് ശരമാണ്, ലക്ഷ്യം പരമാത്മാവ്. എത്ര സുന്ദരമായ വർണ്ണനയെന്നോ. ഇതാണ് ഈ പറയുന്ന രീതി. അതായത് ഈ ഉദാഹരണങ്ങൾ, ബ്രഹ്മം എങ്ങനെ ലക്ഷ്യമായി, ജീവാത്മാവ് എങ്ങനെ ശരമായി, പ്രണവം എങ്ങനെ ധനുഷായി എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതിനുത്തരമില്ല. അത് രൂപകമാണ്, രൂപക കൽപ്പനയാണ്. അതിലൊരു ഭാവമുണ്ട്, ആ ഭാവം നമ്മൾ സ്വീകരിക്കണമെന്നാണ്. ഈ രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഉപനിഷത്തും ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമ സ്കന്ധത്തിൽ വന്ന ഈ വാക്യങ്ങളും തമ്മിൽ ചേർക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? എന്താണോ ഉപനിഷത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ ഇതിലിനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഉണ്ടോ? ഇല്ല. അത് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്നു, വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ സംശയം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിനി സമയമുണ്ട്, പല സംശയങ്ങൾ വരാനുണ്ട്. സംശയം വരുന്നത് ഈ പറയുന്നതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ പറയാനും കേൾക്കാനും ഉള്ളതാണ് എന്ന് തോന്നുന്നു, ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ചെയ്താൽ ഫലമുണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ ഒരു പ്രശ്നം, ഇന്നത്തെ കാലത്തൊരു പ്രശ്നം, നമ്മൾ ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടണം. സ്വാമിജി പറഞ്ഞു സഹസ്രനാമം ജപിക്കാൻ. സഹസ്രനാമം ജപിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമാകും, ദുഃഖം ഇല്ലാതാകും, പ്രശ്നങ്ങളില്ലാതാകും, രോഗമില്ലാതാകും എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞു, ഗ്രന്ഥങ്ങൾ പറയുന്നു. പക്ഷെ ഞാൻ കുറേ കാലമായിട്ട് സഹസ്രനാമം ജപിക്കുന്നു, പക്ഷെ ഒന്നും മാറുന്നില്ല. രോഗങ്ങൾ മാറുന്നില്ല എന്നുള്ളതല്ല, രോഗങ്ങൾ ചിലപ്പോൾ കൂടുന്നുമുണ്ട്, അല്ലേ? പ്രശ്നങ്ങൾ കൂടുന്നു.
കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്? ഇതൊക്കെ ജപിക്കുക, ഇതൊക്കെ പറയുന്നുവെങ്കിലും വാസ്തവത്തിൽ ഫലമില്ല, സംശയം. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ ശരിയാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രയോഗത്തിൽ വരുമ്പോൾ സംശയം ബാക്കി നിൽക്കുന്നു. കാരണം നമ്മൾ ശീഘ്ര ഫലേച്ഛുക്കളാണ്. പെട്ടെന്ന് ഫലം വേണം. ഫലമുണ്ടായാലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ സ്വാമിമാരും പ്രഭാഷണം ചെയ്യുന്നവരും ഒക്കെ ആചാര്യന്മാരും ഒക്കെ പറയും. അത് അവരുടെ പണി, അതവർ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അത് ഫലമുണ്ടാകാതെ എങ്ങനെയായിപ്പോൾ അത് വിശ്വസിക്കുക? ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണ്, സാത്വികരാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു സത്രം ഉണ്ട് എന്ന് കേട്ട് വീട്ടിലുള്ള പണിയൊക്കെ ഉപേക്ഷിച്ച് മറ്റ് വ്യാപാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കൂടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭാവമുണ്ട്. തീർച്ചയായിട്ടും സാത്വികരാണ്, ജിജ്ഞാസുക്കളാണ്, മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലേ? അപ്പം ഇതാണ് നമുക്കുള്ളൊരു പ്രശ്നം. ഒരു കാര്യം ഞാനിവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, നഹി കല്യാണ കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ താത, അർജുനനെ സംബോധന ചെയ്ത് പറയുകയാണ്. അല്ലയോ എനിക്ക് പ്രിയപ്പെട്ടവനെ. അർജുനനെ സംബോധന ചെയ്യുമ്പോൾ താത എന്ന് പറയുക. താത എന്ന് പറഞ്ഞാൽ വാത്സല്യത്തോട് സംബോധന ചെയ്യുന്നതിനും ഗുരുക്കന്മാരെ സംബോധന ചെയ്യുന്നതിനാണ് താത എന്ന് സംസ്കൃതത്തിൽ പറയുക. പക്ഷെ ഭഗവാൻ അങ്ങനെയാണ് സംബോധന ചെയ്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ അർജുനനെ സംബോധന ചെയ്ത് പറഞ്ഞു, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കൊരിക്കലും ദുഷ്പരിണാമം ഉണ്ടാകില്ല, ദുർഗതി ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാകില്ല. അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യുമെന്നാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ചില കർമ്മങ്ങളുടെ ഫലം കാലാന്തരഭാവിയാണ്, കാലാന്തരത്തിൽ ഉണ്ടാകുന്നതാണ്. ചില കർമ്മങ്ങളുടെ ഫലം പെട്ടെന്നുണ്ടാകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാചകം ചെയ്യുന്നു. പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അരിയൊക്കെ വൃത്തിയാക്കി പാത്രത്തിലിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുക്കറിലിട്ടിട്ട് അത് സ്റ്റൗവിന് മുകളിൽ വെച്ച് തീ കത്തിക്കുന്നു. സ്റ്റൗ കത്തിച്ച് തീ കത്തിക്കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അതിൽ ഫിസിൽ വരും. അത് കഴിഞ്ഞാൽ പാചകം റെഡിയായി, അത് തയ്യാറായി ഭക്ഷിക്കേണ്ട ഫലമായി മാറി. അതിന് നമ്മൾ അത് വേണ്ട രീതിയിൽ പിന്നെ സാമ്പാറൊക്കെ ഒഴിച്ച് അത് ഭക്ഷിക്കുന്നു. അപ്പോൾ ഇത് കുക്കിംഗ് തുടങ്ങി നിശ്ചിത സമയത്തിനുള്ളിൽ പ്രത്യക്ഷമായി അവിടെ തന്നെ ഫലം നമുക്ക് ലഭിച്ചു. അപ്പോൾ എന്താണ്, നമ്മൾ എന്ത് പറയും? ഈ കുക്കിംഗ് എന്ന് പറയുന്ന സാധനം ഫലം ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താണ്? പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ കഴിയും, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ക്രിയകളുടെയൊക്കെ നിശ്ചിത സമയത്ത് ഫലം കണ്ട് അനുഭവിച്ചാണ് നമുക്ക് ശീലം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്താൽ അടുത്ത ദിവസം തന്നെ എന്തെങ്കിലും ഫലം ഉണ്ടാവുകയാണെങ്കിൽ, അത് ചിലപ്പോൾ ആകസ്മികമായിട്ടുണ്ടായതായിരിക്കാം, പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ നമ്മൾ പറയും, ആ അമ്പലത്തിലെ ഭഗവതി, ആ ദേവിക്ക് വളരെ ശക്തിയാണ്, പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസം തന്നെ ഫലം. ചില അമ്പലത്തിലൊക്കെ വർഷങ്ങളായിട്ട് പോയി പ്രാർത്ഥിക്കുന്നു, ഏതൊരു ഫലവുമില്ല. അപ്പോൾ ഭഗവാൻ അവിടെ ഇല്ല എന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളുടെ ഒരു രീതി, അല്ലേ? എല്ലാവരും അങ്ങനെയാണ്, ഫലം പെട്ടെന്ന് വേണം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ജപിച്ചു, അതിൻ്റെ ഫലം ഉണ്ടായില്ല. ഇത്രയും കാലം നമ്മൾ ഭാഗവത സപ്താഹങ്ങൾ കേട്ടു, അതിൻ്റെ ഫലം ഉണ്ടായില്ല. ഇതിന് എപ്പോഴാണ് ഫലം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വ്യഥയുണ്ട്, എന്നൊരു സംശയമുണ്ട്. ഇനി മറ്റൊരു ഫലത്തെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് നല്ല ഒരു മാമ്പഴം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി.
അത് എൻ്റെ തൊടിയിൽ തന്നെ ഉണ്ടായ ഒരു മാമ്പഴം കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ എന്താ ചെയ്യുക? തൻ്റെ തൊടിയിൽ തന്നെ മാമ്പഴം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണേ. അപ്പോൾ എന്താ പറയുക, മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സറിയിൽ പോയി ആ നഴ്സറിയിൽ നിന്നൊരു മാന്തൈ വാങ്ങിക്കൊണ്ട് വന്നു. മാന്തൈ വാങ്ങിക്കൊണ്ട് വന്ന് ഒരു തറയുണ്ടാക്കി, അത് എന്താ പറയുക, അത് നടയേണ്ട കുഴിയൊക്കെ എടുത്ത് അതുണ്ടാക്കി അതിൽ വളമൊക്കെ ഇട്ട് മാന്തൈ നട്ടു, കർമ്മം ചെയ്തു. ആഗ്രഹം എന്താണ്? അതിൻ്റെ മാമ്പഴം കഴിക്കണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം വെച്ചിട്ടാണല്ലോ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്, ഇപ്പം നട്ടിരിക്കുന്നത്. പക്ഷേ ഈ മാവ് എപ്പോൾ കായ്ക്കും? അടുത്ത ദിവസം കായ്ക്കും? ഇല്ല. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒന്നും കൊണ്ട് അതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ കർമ്മം ചെയ്തു, കർമ്മത്തിൻ്റെ പരിണാമം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇങ്ങനെ പതുക്കെ 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 പരിണാമം നടന്നുകൊണ്ടേ വരും. ഇപ്പോഴത്തെ പുതിയ തരം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മാന്തൈയൊക്കെ ആണെങ്കിൽ 1 വർഷത്തിലോ അല്ലെങ്കിൽ 1.5 വർഷത്തിലോ ഒക്കെ ഫലം ലഭിക്കും. അല്ലാതെ സാധാരണ മാന്തൈ ആണെങ്കിൽ ഒരു 3 വർഷമൊക്കെ കഴിയും കുറഞ്ഞ പക്ഷം. അത് കഴിയുമ്പോഴേക്കും ഫലം ലഭിക്കും. പിന്നെ ചില മാവുണ്ട് പെട്ടെന്ന് കായ്ക്കൂല, ഈ ജന്മത്ത് തന്നെ ലഭിച്ചില്ല എന്ന് വരും. നമ്മൾ മാവിപ്പോൾ നട്ടു, പക്ഷേ ഇതിൻ്റെ ഫലം, അതിൻ്റെ മാമ്പഴം തിന്നാൻ നമുക്ക് സാധിക്കില്ല, നമ്മുടെ മക്കൾക്ക് തിന്നാൻ സാധിച്ചേക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതെന്താ, മാന്തൈ നട്ടതിന് ഫലമില്ല എന്നാണോ? അല്ല. കാരണം എന്താണ്? ആ കർമ്മത്തിൻ്റെ പ്രത്യേകത അതൊരു ഗ്രാജ്വൽ പ്രോസസ്സിലൂടെ ഫലം തരുന്നതാണ്. പക്ഷേ അവസാനം ഫലം വരും. നിങ്ങൾ മാവ് നട്ടിട്ടുണ്ടെങ്കിൽ, മാവ് വളരുന്നുവെങ്കിൽ ആ വളരുന്ന മാവ് ഭാവിയിൽ കായ്ക്കുകയും ഫലം തരികയും ചെയ്യും. പക്ഷെ അതിന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ജന്മത്ത് തന്നെ കിട്ടിയെന്ന് വരില്ല, അടുത്ത ജന്മത്തേക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ഓരോരോ കർമ്മത്തിനും ഓരോരോ ഫലവ്യാപ്തിയാണ്, ഫലപ്രാപ്തിയുടെ ക്രമം വേറെയാണ്. ഒരു ഉത്തമമായ ഒരു കർമ്മം, നല്ല ഉത്തമമായ ഒരു കർമ്മം, നല്ല പുണ്യകർമ്മം, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പുണ്യകർമ്മം, അത് ചെയ്താൽ ചിലപ്പോൾ ഉടനെ തന്നെ ഫലം ഉണ്ടായെന്ന് വരും. അതുപോലെ അത്യുഗ്രമായ പാപം, അങ്ങനെ ഒരു പാപം ചെയ്താൽ അത് ഉടനെ ഫലം തന്നു എന്ന് വരും. പാപത്തിൻ്റെ ഫലവും പുണ്യത്തിൻ്റെ ഫലവും അത്യുത്കടമാണെങ്കിൽ അത് ഉടനെ ഫലം തരുമെന്നാണ് നിയമം. പക്ഷെ എല്ലാ കർമ്മത്തെയും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ പ്രതിദിനം നമ്മൾ ചൊല്ലുന്ന സഹസ്രനാമത്തിൻ്റെ ഒരു ഫലം ഉണ്ടാകുന്നുണ്ട്. അതൊരു ബീജമായിട്ട്, ഒരു വിത്തായിട്ട് നമ്മുടെ മനസ്സിൽ സംസ്കാരമായിട്ട് പോകുന്നുണ്ട്. ആ പോകുന്നതിൻ്റെ ഫലപരിണാമം കുറേ കാലം കഴിയുമ്പോൾ അത് ലഭിക്കും. അങ്ങനെ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഭാഗവത തത്വജ്ഞാനവും ഭാഗവത തത്വസമീക്ഷയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊക്കെ കേട്ടിരിക്കാൻ, കേൾക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ജനിക്കുന്നത് ഈ പൂർവകൃത പുണ്യത്തിൻ്റെ പരിണാമമായാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്ന് ഉറപ്പാണ്, അതുറപ്പാണ്. ഇനി നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും മോക്ഷം ലഭിക്കും. അത് ചില കാര്യങ്ങളുണ്ട്, വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടി, അത് വരും, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും. കാരണം ഈ പ്രോസസ്സ് നടന്നു കഴിഞ്ഞേ, വിത്ത് വിതച്ചു, അതിന് വെള്ളവും വളമൊക്കെ കൊടുത്തു, അതിങ്ങനെ പതുക്കെ പതുക്കെ ഓരോ വർഷവും ഓരോ സത്രം കഴിയുമ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് നമ്മൾ സഹസ്രനാമം ചൊല്ലുന്നു, നാമം ചൊല്ലുന്നു, ഇങ്ങനെ ധ്യാനം ചെയ്യുന്നു, ചില ക്രിയകളൊക്കെ ചെയ്യുന്നു. അതോടുകൂടി ആ സഹായം, അതിന് വളർച്ച ഇങ്ങനെ വർദ്ധിച്ച് വന്ന് അന്തകാലത്തിൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. ഈ ഫലത്തിൻ്റെ പ്രാപ്തി പ്രോസസ്സായിട്ടാണ്, അതിനെ പ്രാപ്തമാക്കുന്ന ഒരു ക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ചർച്ചകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞാൻ അങ്ങ് എവിടെയോ ദൂരത്ത് ഹിമാലയത്തിൽ താമസിക്കുന്നു. ഇടയ്ക്കൊക്കെ കുറച്ച് കാലമായിട്ട് വല്ലപ്പോഴൊക്കെ കേരളത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാന്ദർഭികവശാൽ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് ഇവിടെ വന്ന് സത്സംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ സത്സംഗം ചെയ്യാറുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കൊരു നിശ്ചിത സമയം ഒരു പരിവ്രാജനമുണ്ട്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഉത്തരകാശിയിലേക്ക് പോകും. പിന്നെ അടുത്ത വട്ടം വരുമോ ഇല്ലയോ ഒന്നും അങ്ങനെയൊന്നുമില്ല. വന്നാൽ ശരി, വേറെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോയാൽ അങ്ങനെയാവും. പക്ഷേ അങ്ങനെ വരുമ്പോഴൊക്കെ, അങ്ങനെ ഇവിടെ എത്തുമ്പോഴൊക്കെ എവിടെയൊക്കെ നമുക്ക് സാധിക്കുമോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സത്സംഗത്തിന് ആൾക്കാരെ അറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്താൽ അവിടെ പോയി നമ്മൾ ചെയ്യും. അതിനൊരുപാട് ശ്രമമുണ്ടതിൽ. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പുണ്യമുണ്ട്, ഒരു ആനന്ദമുണ്ട്, സുഖമുണ്ട്. അതെന്താണ്? നമ്മൾ മനസ്സിലാക്കിയ പഠിച്ച കാര്യങ്ങൾ നമുക്ക് തന്നെ വിവേചനം ചെയ്യാനും മനനം ചെയ്യാനുമുള്ള അവസരം. ആ അവസരത്തോടൊപ്പം മറ്റുള്ളവർക്ക് ഇത് കേൾപ്പിക്കാനും, ആ കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫലമുണ്ടായാൽ അത് നല്ലത്, അത് വലിയൊരു ദാനമാണ്, ജ്ഞാനദാനമാണ് എന്ന ഒരു ഭാവം. അപ്പം ഇങ്ങനെയാണ് പണ്ട് കാലം മുതൽക്ക് നമ്മുടെ ഈ ജ്ഞാന പരമ്പര നിഷ്കാമമായി തുടർന്നു വന്നത്. വിദ്യാപരമ്പരയുടെ പ്രത്യേകത ഉണ്ടായിരുന്നത് വിദ്യ അഭ്യസിക്കുന്നവരും വിദ്യ പ്രദാനം ചെയ്യുന്നവരും അവിടെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, സ്കൂളിലൊക്കെ വലിയ വലിയ ഫീസുകൾ കൊടുക്കുന്നു, ഡൊണേഷൻ കൊടുക്കുന്നു, അങ്ങനെയാണ് പഠിക്കുന്നത്. അതുപോലെ അധ്യാപകർ ശമ്പളം വാങ്ങിയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെയാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാനുള്ള അവസരമുണ്ടെങ്കിൽ, എന്തെങ്കിലും ശിഷ്യൻ്റെ ഭാഗത്ത് നിന്ന് സാധിക്കുന്നത് പോലെ, സാമർഥ്യം പോലെ ആ ദക്ഷിണ കൊടുക്കുക എന്നുള്ളതുണ്ടായിരുന്നു. ദക്ഷിണാ സമർപ്പണം ഒരു കർമ്മത്തിൻ്റെ സമാപനം അല്ലെങ്കിൽ അതിൻ്റെ ശുഭ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം കൂടിയാണ് ഈ ദക്ഷിണ എന്ന് പറയുന്നത്. ആ ദക്ഷിണ കൊടുത്ത് ആ കർമ്മസമാപ്തി ഉണ്ടാകും. കാരണം അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും പറയുന്നത് ഈ ദക്ഷിണ എന്ന് പറയുന്ന ഒരു ദേവിയാണ്. ദക്ഷിണ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ധനമല്ല, ധനത്തിന് അതിനെ പേര് അങ്ങനെ പറയുന്നു എന്നുള്ളൂ. ദക്ഷിണ എന്ന് പറയുന്ന ദേവിയാണ്. സ്ത്രീലിംഗ പ്രയോഗമാണ് ദക്ഷിണ. സീത, രമ എന്നൊക്കെ പറയുന്നത് പോലെ ദക്ഷിണാദേവിയാണ്. ദക്ഷിണാദേവി ആരുടെ പത്നിയാണ്? അഗ്നിദേവന്റെ ഒരു പത്നിയാണ്. സ്വാഹാദേവിയും ദക്ഷിണാദേവിയും ഒക്കെ അഗ്നിദേവന്റെ പത്നിയായിട്ടാണ് കണക്കാക്കുന്നത്. അഗ്നിദേവൻ എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നർത്ഥം. യജ്ഞപത്നിയാണ് ദക്ഷിണ. അപ്പം ദക്ഷിണ കൊടുത്താലാണ് ആ യജ്ഞം പൂർണ്ണമാകുക എന്ന ഭാവം കൊണ്ട് അങ്ങനെയാണ് ദക്ഷിണ കൊടുക്കുന്നത്. അല്ലാതെ അത് ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ജ്ഞാനമെന്ന് പറയുന്നത് അമൂല്യമാണ്, ഏറ്റവും ഉത്തമമായതാണ്. അതൊരിക്കലും കൊടുത്ത് തീർക്കാൻ കഴിയുന്നതല്ല. പിന്നെയോ ഈ ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് വിഷയങ്ങളെ പോലെയല്ല. ഇപ്പം നമ്മൾ ധനം ആർക്കെങ്കിലും കൊടുത്താൽ നമ്മളെ പക്കൽ നിന്ന് ധനം ന്യൂനമായി വരും, കുറഞ്ഞു വരും, അല്ലേ? നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ധനമൊക്കെ നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ അങ്ങനെയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്താൽ അങ്ങനെയാണ്. ഭൂദാനം ചെയ്താലും കുറയും, കൊടുക്കുന്ന ആളുടെ പക്ഷത്ത് കുറയും. പക്ഷെ ജ്ഞാനദാനത്തിൻ്റെ പ്രത്യേകത കൊടുക്കുന്ന ആളിന് കൊടുക്കുന്നതോടൊപ്പം അത് വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പൈസ വാങ്ങേണ്ട ആവശ്യമില്ല. അല്ലെ, പൈസ വാങ്ങുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യാൻ കട തുറന്നു വച്ചിരിക്കുന്നു, കടയിൽ സാധനങ്ങൾ വച്ചിരിക്കുന്നു, ആ ഓരോ സാധനത്തിനും വിലയിട്ട് വച്ചിരിക്കുന്നു, അത് ആൾക്കാർക്ക് വാങ്ങാൻ പോകുന്നവർക്ക് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന? ആ കടക്കാരൻ്റെ സ്റ്റോക്കിൽ ഓരോ സാധനങ്ങൾ കുറയും. അതുകൊണ്ടാണ് അയാൾ പൈസ വാങ്ങുന്നത്. കാരണം എൻ്റെ സ്റ്റോക്ക് കുറഞ്ഞു, ഞാൻ പൈസ വാങ്ങുന്നു, ആ പൈസ കൊണ്ട് രണ്ടാമത് സ്റ്റോക്ക് നിറയ്ക്കണം. അതല്ലേ അതിൻ്റെ പ്രോസസ്സ്. അതാണ് ഈ വിനിമയം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഓരോരുത്തർ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഈ കടക്കാരൻ്റെ സാധനം വർദ്ധിച്ചു വന്നാലോ? എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഥിതി? അയാൾ പൈസ വാങ്ങാൻ പാടുണ്ടോ എന്നാണ്?
പൈസ വാങ്ങണ്ട. അയാൾക്ക് തോന്നുന്നില്ല പൈസ വാങ്ങണമെന്ന്. കാരണം എന്താണ്? അയാളുടെ സാധനം നഷ്ടപ്പെടുന്നില്ല. ഒരു സാധനം കൊടുക്കുമ്പോൾ അയാളുടെ കടയിൽ 2 സാധനം അല്ലെങ്കിൽ 3 സാധനമായിട്ട് വീണ്ടും അത് പ്രകടമാകുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾ ഒരിക്കലും ദക്ഷിണ വാങ്ങില്ല, അല്ല പൈസ വാങ്ങില്ല. അതല്ലേ സത്യം? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പം നമ്മുടെ പക്ഷത്തു നിന്ന് കുറയുന്നില്ല എന്നുള്ള വിശ്വാസം ഈ കൊടുക്കുന്ന ആളിനുണ്ടെങ്കിൽ, അത് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ദക്ഷിണ ചോദിക്കുമോ? പൈസ ചോദിക്കുമോ? ചോദിക്കില്ല, ചോദിക്കാൻ പറ്റില്ല. അതാണ് ഈ ജ്ഞാനത്തിലുള്ള പ്രോസസ്സ്. ജ്ഞാനം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളിന് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും പൈസ വേണ്ട, കാരണം എനിക്കൊന്നും നഷ്ടമായിട്ടില്ലല്ലോ, ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് കൂടി, എനിക്ക് കൊടുക്കാൻ കിട്ടിയ ചാൻസ് നിങ്ങൾ തന്നു, അതുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാവരും അവസാനം നന്ദി പറയാറുണ്ടല്ലോ. നിങ്ങൾ എൻ്റെ പ്രഭാഷണം കേട്ടു, എല്ലാം പഠിച്ചു, വളരെ നന്ദി എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നതിന് കാരണം ഈ പ്രഭാഷണം ചെയ്തു, നിങ്ങൾ കേട്ടു, കേട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതോടൊപ്പം ആ പറഞ്ഞ ആളിനും വലിയ ഫലം ഉണ്ടായി. അത്രയും സമയം മനനം നടന്നു, അത്രയും സമയം ഭഗവത് ചിന്തനം നടന്നു, സമാധി പോലുള്ള അനുഭവം ഉണ്ടായി, കൊടുത്ത ജ്ഞാനം വീണ്ടും വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി വർദ്ധിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഈ വർദ്ധിച്ചിട്ടും പിന്നെയും പൈസ വാങ്ങിയാലോ? അത് മഹാചതിയല്ലേ? അത് അന്യായമാണ്. അപ്പം ടീച്ചർമാരാരും ശരിക്കും പൈസ വാങ്ങാൻ പാടില്ല. കാരണം എന്താണ്? അത് അന്യായമാണ്. ജ്ഞാനം കൊടുക്കുമ്പോൾ വർദ്ധിക്കുന്നുവെങ്കിൽ അതിന് വീണ്ടും പൈസ വാങ്ങുക എന്ന് പറയുന്നത് അത് കരിഞ്ചന്തയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ദാനം ചെയ്യണം. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൺസെപ്റ്റായിരുന്നു. നിങ്ങൾ ഏത് പുരാണത്തിൽ എവിടെ എടുത്ത് നോക്കിയോളൂ, അങ്ങനെയായിരുന്നു അതിൻ്റെ വ്യവസ്ഥ. പിന്നെ ഈ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക്, ആചാര്യന്മാർക്കൊക്കെ അന്നത്തെ രാജാക്കന്മാർ, ഇപ്പം നമ്മൾ സർക്കാരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ജീവിതത്തിന് വേണ്ട ചില വ്യവസ്ഥകളൊക്കെ അവർ ചെയ്തിരുന്നു. ഉപാധ്യായന്മാരെന്നാണ് അവരെ പറഞ്ഞിരുന്നത്. അപ്പം അവർക്ക് അവരുടെ ജീവിതത്തെ നടത്തിക്കൊണ്ട് പോകാനുള്ള ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്തിരുന്നു. പക്ഷെ ശിഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് ദക്ഷിണാദാനമല്ലാതെ മറ്റൊന്നും ധനമായിട്ട് സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ സ്വീകരിച്ചാൽ അത് വ്യാപാരമായി പോകും. അപ്പോൾ വിദ്യാവ്യാപാരമാകാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം എന്താണ്? ഈ വിദ്യ പരമമായ ധർമ്മമാണ്, അമൂല്യമായ സമ്പത്താണ്. അത് ജ്ഞാനമാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതൊരിക്കലും കുറയുന്നതേ അല്ല. അത് കൂടുകയേ ഉള്ളൂ, കുറയില്ല. നിങ്ങൾ എന്തെങ്കിലും മുമ്പ് കാലത്ത് പഠിച്ചത് ഇപ്പോൾ മറന്നുപോയി എന്നിരിക്കാം. പലപ്പോഴും പറയും അന്നൊക്കെ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ വിദ്യ പോയി എന്നർത്ഥമില്ല. മറന്നുപോയി, മറവി സാധാരണ ഉണ്ടാവുന്നതാണ്. ഇവിടെ വിദ്യ പ്രാപിച്ചു കഴിഞ്ഞാൽ, അറിവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്മരണവും യഥാകാലം വന്നില്ലെങ്കിലും അത് നഷ്ടമായില്ലെന്നാണ് പറയും. അതിന് നാശമില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, നഹി കല്യാണ കർച്ചിത് ദുർഗതിം താതകശ്ചതി. അവസാനം അർജുനൻ പറയുന്നത് എന്താണ്? സ്മൃതിർ ലബ്ധ ത്വത്പ്രസാദാത് മയാശ്ച്യുത നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ. എനിക്ക് ആ സ്മൃതി ലഭിച്ചു, ആ സ്മൃതി കിട്ടി. അപ്പോൾ അത് പോയിട്ടില്ല. അതിന് ഒരു നിമിത്തമുണ്ടാകുമ്പോൾ ആ ഓർമ്മ നമുക്ക് തിരിച്ചു വരും. ഇത് വിദ്യയുടെ, ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയാണ്. അതിന് കാരണം ഈ വിദ്യ അല്ലെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇതാണ് ബ്രഹ്മജ്ഞാനം എന്ന് ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നത്. ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതത്തിലും അതുപോലുള്ള പുരാണങ്ങളിലും നാം കാണുന്നത്. അതത് ദേവീ ദേവന്മാരുടെ രൂപത്തിൽ. ഇതിൽ വളരെ വിസ്തൃതമായ ഒരു ചിന്തനം നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ 3:30 സമയമായി. ഒരു ചെറിയ ബ്രേക്ക്, 6 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്ക് വീണ്ടും നമ്മളിവിടെ ഒത്തുചേരുന്നു. ഈ വിഷയത്തിൻ്റെ കൂടുതൽ കുറച്ചുകൂടി ഓരോരോ ഭാഗങ്ങളുടെ പരിചയപ്പെടുത്തൽ വീണ്ടും നമ്മൾ തുടരും. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.